പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ആൻഡ്രോയിഡ് വേർഷൻ 12, 13, 14 ഇൻസ്റ്റാൾ ചെയ്യുന്ന കുറേ പ്രോബ്ലങ്ങളുണ്ട് എന്നുള്ളത്. അപ്പോൾ ആൻഡ്രോയിഡ് വേർഷൻ 14 അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുക. കാരണം നിങ്ങൾ ആൻഡ്രോയിഡ് വേർഷൻ 14 അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കോളുകളും കാര്യങ്ങളും എമർജൻസി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ചെയ്യുക. നിങ്ങൾക്ക് ഫോണിൽ ഇതുപോലൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും, അപ്ഡേറ്റ് റെഡി ടു ഇൻസ്റ്റാൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്. നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊണ്ടുപോകാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് ഇവിടെ മുകളിൽ തന്നെ വന്നിട്ടുണ്ടാവും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഈസ് അവൈലബിൾ എന്നുള്ള. ഇവിടെ നിങ്ങൾക്ക് ഓപ്പൺ എന്നുള്ളത് കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇവിടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്നുള്ള ഭാഗത്ത് വന്നിട്ടുണ്ടാവും. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ എന്നുള്ളത് കൊടുക്കുക. അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നിർബന്ധമായിട്ട് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് വായിച്ച് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടോ, നിങ്ങളുടെ ഫോണിലേക്ക് എമർജൻസി കോളുകളും കാര്യങ്ങളെല്ലാം വരുന്നതെല്ലാം ഉണ്ടോ. ഇവിടെ 1UI വേർഷൻ 6.0 ആൻഡ്രോയിഡ് വേർഷൻ 14. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. എത്ര സൈസ്, അതേപോലെ ഏത് ദിവസമാണ് അപ്ഡേറ്റ് വന്നത് എന്നൊക്കെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടാവും. ലാസ്റ്റ് സെക്യൂരിറ്റി അയച്ചത് എന്താണെന്നുള്ളതെല്ലാം. ഇവിടെ ഇൻസ്റ്റാൾ നൗ എന്നത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ വെയിറ്റ് ചെയ്യുക. ഇവിടെ പ്രിപ്പയറിംഗ് ടു അപ്ഡേറ്റ് എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. പ്രോസസ്സിംഗ് ടു ദ അപ്ഡേറ്റ് പാക്കേജ് എന്നുള്ള മെസ്സേജ് നിങ്ങൾക്ക് പ്രോസസ്സിങ്ങിലായി കാണുന്നതാണ്. ഫോണൊന്ന് റീസ്റ്റാർട്ട് ആവും. നിർബന്ധമായിട്ട് നിങ്ങൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം. നിങ്ങളൊന്നുകിൽ വൈഫൈയിൽ ചെയ്യുക. ഞാനിപ്പോൾ ഡാറ്റയിൽ തന്നെയാണ് ചെയ്യുന്നത്. വൈഫൈയിലായിരിക്കും ഏറ്റവും നല്ലത് ചെയ്യുന്നത്. വൈഫൈയിൽ ചെയ്യുന്നത് കുറച്ചുകൂടി ഫാസ്റ്റായിരിക്കും ചെയ്യാൻ. കുറച്ച് പ്രോസസ്സിങ്ങിൻ്റെ കുറച്ച് ടൈം ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. ഇവിടെ 55%. അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വീഡിയോ കാണുന്നെങ്കിൽ വീഡിയോക്ക് താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കാണുക. ഇവിടെ 100% ഓൾറെഡി ഫോണൊന്ന് റീസ്റ്റാർട്ടായിട്ട് ഓണായിട്ട് വരണം. ഇവിടെ സാംസങ് എന്നുള്ള പേര് കാണിച്ചിട്ടുണ്ട്. ഓൾറെഡി നമ്മളുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ പ്രോസസ്സിങ് അപ്ഡേറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാളായി പുതിയ ഒരു ഫീച്ചറും കാര്യങ്ങളെല്ലാം ആയിട്ട് ഓണായിട്ട് വരും. നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ പലർക്കും അറിയില്ല സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ട് ഒരുപാട് മാസങ്ങളായിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിംഗ് ആണ്. അപ്പം പുതിയ വേർഷൻ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ കുറേ ഫങ്ഷൻസും കാര്യങ്ങളിലെ പുതിയ ഫീച്ചേഴ്സുകളൊന്നും നമുക്ക് കിട്ടാതെ വരും. അതുപോലെ തന്നെയാണ് നമ്മളുടെ പ്ലേ സ്റ്റോറിൽ വരുന്ന ആപ്ലിക്കേഷനും അതുപോലെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. ഇവിടെ 1UI വെർഷൻ ഒപ്റ്റിമൈസിങ് ആപ്ലിക്കേഷൻ ആകുന്നുണ്ട്. 71%, 72%. ഇത് 100% ആയി കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷനും ഒപ്റ്റിമൈസ് ആയി കഴിയും. അതിനുശേഷം ഫോൺ ഓണായിട്ട് വരും. 100% ആയി ഓൾറെഡി. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇത് ഷോപ്പുകാരടുത്തും ആരടുത്തും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലെ പല ആപ്ലിക്കേഷനുകളും സ്റ്റക്കായി വീണ്ടും ഓണാകാതെ വരും. അതേപോലെ തന്നെയാണ് പ്ലേ സ്റ്റോറിലെ ആപ്ലിക്കേഷനും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ ഇത് നിർബന്ധമായിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നിർബന്ധമായിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ കുറേ ഇൻബിൽഡായിട്ട് വരുന്ന കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൻ്റെ ഒക്കെ എന്തെങ്കിലും അതിലുള്ള പ്രോഗ്രാമുകളും കാര്യങ്ങളും ഇല്ലെങ്കിൽ അതിലുള്ള സെക്യൂരിറ്റി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഈ അപ്ഡേറ്റ് കൊടുക്കുന്നത്. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നെറ്റ്വർക്ക് കംപ്ലീറ്റ് ആണ്, അതേപോലെ ഫോണിലെ ചാർജ് മസ്റ്റായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷം ചെയ്യുക. നമ്മുടെ ഫോൺ ഇവിടെ റീസ്റ്റാർട്ടായി ഓൺ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഫോൺ ഓണായിട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് പാസ്വേഡാണ് ചോദിക്കുക. ഫോൺ ഓണായി വന്നതിന് ശേഷം നമുക്കൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. ഇവിടെ പാസ്വേഡാണ് ചോദിക്കുക. പാസ്വേഡ് ഒന്ന് എൻ്റർ ചെയ്ത് അവിടെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓക്കെ കൊടുക്കുക. നമ്മുടെ ഫോൺ ഈസ് റീസ്റ്റാർട്ടിങ് എന്നുള്ള ഒരു മെസ്സേജ് ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ. അതിനുശേഷം ഫോൺ ഒന്നുകൂടി ഓണായിട്ട് നമ്മുടെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഓണായിട്ട് ഇതിലേക്ക് വരും. നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ആയി ഇല്ലെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കംപ്ലീറ്റ് ആയി എന്നുള്ളൊരു മെസ്സേജും നമുക്ക് നമ്മളുടെ ഫോണിലേക്ക് വരും.
ഇവിടെ മുകളിൽ ഗൂഗിൾ ഇൻ്റലൈസിങ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. നമുക്കിവിടെ മേലെ നിന്ന് സ്ക്രീന് ഒന്ന് സ്ക്രോൾ ചെയ്ത ഫിനിഷിംഗ് സിസ്റ്റം അപ്ഡേറ്റ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ മുന്നേ ഒരുപാട് വീഡിയോസ് നമ്മൾ കാണിച്ചാണ്. അപ്പോൾ നമ്മുടെ വാണിംഗ് ഓൾറെഡി സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ വാണിംഗ് പോയി. നമുക്ക് സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് സെറ്റിങ്സിലൊന്ന് നോക്കി നോക്കാം. സെറ്റിങ്സിൽ ഇവിടെ നേരത്തെ കണ്ട ഇവിടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് യുവർ ഫോൺ ഹാസ് ബീൻ അപ്ഡേറ്റഡ് എന്നുള്ള അത് ഓക്കെ കൊടുക്കുക. മുകളിൽ വന്ന വാണിംഗ് ഓൾറെഡി പോയിട്ടുണ്ട്. നമുക്കിവിടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ ഒരു ഫീച്ചറിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ ഇവിടെ ഒരു റെഡ് മാർക്കിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഓട്ടോ ഡൗൺലോഡ് ഓവർ വൈഫൈ എന്നുള്ള ഇത് ഓണാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു സെറ്റിങ്സ് ഓൺ ചെയ്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ലാസ്റ്റ് അപ്ഡേറ്റ് വാസ് ഇൻസ്റ്റാൾഡ് ഓൺ മെയ് 5, 2024 എന്നുള്ള എത്ര സമയത്താണ് നമ്മൾ ചെയ്തതെന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇങ്ങനെയാണ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നത്.